ദുബായ് എല്ലാം നടക്കും. അല്ല, എന്താ ഇന്നത്തെ പ്ലാൻ? ഒരു മിനിറ്റ് അതിനു മുമ്പ് ദേവിഡി ടെയിൽ ടോക്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ദുബായിലാണ് ഞങ്ങൾ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നിങ്ങളുടെ ശക്തിയാണ് എൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജം. അപ്പോൾ ദേവിഡി ടെയിൽ ടോക്സിന്റെ ഒരു പുതിയ എപ്പിസോഡ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, എന്നോടൊപ്പം ദീപക്. അതെ, എന്നും മൂന്നാമത്തെ എപ്പിസോഡ് അല്ല, 1 2 3 4ാമത്തെ എപ്പിസോഡാണ് ദീപക്കേട്ടൻ്റെ അല്ലേ? അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ചിന്തയിലാണ് പുള്ളി. കാരണം ഞാൻ ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും വേണമെന്നാണല്ലോ ഞാൻ പറയണത്. ദീപക്കേട്ട ഒന്ന് പറ, ഇന്നെന്താണ് പ്ലാൻ? നമ്മള് ലോകത്തിന്റെ കുറച്ച് അടുത്തേക്ക് ക്യാമറമാൻ. അഭിമാനം, ദുബായിന്റെ അഹങ്കാരം, ബുർജ് ഖലീഫയിലേക്ക് കാണാം നമ്മൾ. വ്യത്യസ്തത, ഭയങ്കര വ്യത്യസ്തത, വേറെ ലെവൽ. അപ്പോ അത് തന്നെയാണ് നമ്മളുടെ പ്ലാൻ. പുള്ളിയുടെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? തകർത്തില്ലേ? അതാണ് ദീപക്കേട്ടൻ. പുള്ളി സിനിമയിലും ഒക്കെ അഭിനയിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ദി ലെജൻഡ് ശരവണനേക്കാളും മുകളിലായിരിക്കും പുള്ളിയുടെ സ്ഥാനം, ഉറപ്പാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കളിയാക്കിയതല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഞാൻ എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. നല്ല കഴിവുണ്ട്, സത്യമാണ്. കഴിവുള്ളതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചതും ഈ ഒരു ലെവലിൽ കേരളം അടക്കം ഇപ്പൊ അയാൾ അറിയാം. എന്താണ് ക്വാളിറ്റി, സത്യം സത്യം. അപ്പോൾ നമുക്ക് ബുർജ് ഖലീഫയാണ് ഇന്ന്. ബുർജ് ഖലീഫ മാത്രമല്ല, ദുബായ് മോള്. ദുബായ് മോളിൽ പോകുന്നുണ്ട്. അവിടെ അക്വേറിയം ഉണ്ട്, അതിന്റെ അകത്ത് കയറുന്നുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഈ എപ്പിസോഡിൽ കാണിക്കാവുന്നതിന്റെ മാക്സിമം കാണിക്കും. കാരണം നാളെ മുതൽ ദീപക്കേട്ടനെ കിട്ടില്ല. പുള്ളിയുടെ ജോബ് വീണ്ടും എഗെയിൻ 1 വീക്ക്, പേടിപ്പിച്ചല്ല 1 വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മള് അവിടെ പോകുന്നതിന് മുൻപ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം, ഊണ് കഴിക്കാൻ, ലഞ്ച് പോലെ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ബുർജ് ഖലീഫയിലല്ല, ഷാർജയിലേക്ക് നമ്മൾ പോവുകയാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ആനന്ദ് നാരായൺ. അത് നിങ്ങൾ എല്ലാവരും അറിയുന്നതാണ്. ആനന്ദ് നാരായൺ ഒരു ആർട്ടിസ്റ്റാണ്, സീരിയൽ ആർട്ടിസ്റ്റാണ്, സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആനന്ദിൻ്റെ ബ്രദർ അരവിന്ദ് ഇവിടെ ഷാർജയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം നല്ലൊരു പൊസിഷനിലാണ്. അതൊക്കെ നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചറിയാം. എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അരവിന്ദിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഷാർജയിലാണ്, ലഞ്ച് ഉണ്ട്, എല്ലാം തകർക്കാം. നമുക്ക് പുള്ളിനെ പരിചയപ്പെടാം. അതിനുശേഷം നേരെ ബുർജ് ഖലീഫയിൽ. എടുത്തോ, വണ്ടി എടുത്തോ. ഇനി ഒരു നിമിഷം വേണ്ട, പൊക്കോ. നമ്മളുടെ സ്വന്തം അൽ മദീന. നമ്മൾ ഇന്നും ഞങ്ങൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് കഴിച്ചത്. നമ്മൾ പറഞ്ഞ പോലെ, അവരോട് പറഞ്ഞ പോലെ തന്നെ പൊറോട്ട മാസ്റ്ററിന്റെ പൊറോട്ടയും മേടിച്ചു, അതുപോലെ തന്നെ പൂരി മേടിച്ചു. പിന്നെ അതെ, പൊറോട്ട, പൂരി, അങ്ങനെയുള്ള എല്ലാം വാങ്ങിച്ചു. നല്ല ഫുഡാണ് കേട്ടോ, നല്ല ഫുഡാണ്. പൂരി എസ്പെഷ്യലി നല്ല പൂരി ആയിരുന്നു. അതേപോലെ തന്നെ അത് കൊണ്ടുവന്ന ആളും ഗംഭീരം. അങ്ങനെ രാവിലത്തെ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ഇടയിലുള്ള എവിടെയെങ്കിലും നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മളുടെ അൽ മദീനയിലെ ചേട്ടനാണ്. ചേട്ടൻ പേരെന്താ? സലാമ. മറ്റേ ഷിൻഡോന്റെ വീഡിയോ ഒക്കെ കണ്ടില്ലേ? അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പൊറോട്ടയൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു സലാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അൽ ഷാർജ. നമ്മൾ അൽ ഷാർജയിലേക്ക് കടന്നിരിക്കുകയാണ്. അൽ ഷാർജ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വന്തം ഷാർജ ഷേക്ക് ഉത്ഭവം ഇവിടെ നിന്നുമാണ്. ആ സ്ഥലമെല്ലാം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൈനാപ്പിൾ ബിൽഡിംഗ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ദീപക്കേട്ടൻ പറയുന്നത് ഇവരിട്ട പേരാണെന്നാണ്. ഇത് അവരറിഞ്ഞിട്ടില്ല കേട്ടോ.
ഹലോ ബാഗ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോടാ അതെ ചക്കര. ഇതെന്ത് ബാഗ്? ഞാൻ വിചാരിച്ചു ബാഗാണ്. ആണോ? ഇതില് എന്തൊക്കെയുണ്ട് കേട്ടോ. അയ്യോ ചേച്ചി സുഖമായിട്ടിരിക്കുകയാണല്ലോ. ആന്റിയും സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം സുഖമായിട്ടിരിക്കണം. ഹലോ, എന്താണ്? അയ്യോടാ ചക്കര. എന്താ പേര്? അപൂർവ. നല്ല പേരാണല്ലോ. പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടും. ഇംഗ്ലീഷ് മതി, ഇംഗ്ലീഷ് മതി. ഒന്ന് പാടാമോ? അടിപൊളി. ഇനി ചക്കര ഒന്ന് പാട്ട് പാടിയേ. ധ്വനി എന്നാണല്ലോ പേര്. ലവ് മേക്സ് എ ഹൗസ് എ ഹോം. അടിപൊളിയായിട്ട് കേട്ടോ അല്ലേ? ആണോ? ആ ജ്യൂസുമായിട്ട്. താങ്ക് യു. എനിക്ക് എവിടെ ചെന്നാലും ഒരു പ്രോപ്പർട്ടി ഷോയുടെ ഓർമ്മ വരും. അതുകൊണ്ട് ഇത് നല്ല ഗംഭീര കിച്ചൺ. അടിപൊളി. ഓ പറഞ്ഞു. ആ ബൈസൈക്കിളാണോ ഇത്? ഇതിന് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവോ? ആണോ? ഓ പിന്നെ കാണിച്ചേ. അച്ഛന്ന് മാറി. അടിപൊളി. ഇത് അവരുടെ റൂമാണോ? നിങ്ങളുടെ ബെഡ്റൂം ആണോ? അതിനെന്താ, ഇതൊക്കെ നമ്മളുടെ അറിയാലോ. നമുക്ക് ഞങ്ങളുടെ ഒക്കെ വീടിന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാലോ. ആ ഇവിടെ നോക്കിയാൽ നേരെ സിറ്റി ആണല്ലേ. നൈസ്, കൊള്ളാല്ലേ. ഹായ്, ആ സിസ്റ്ററുടെ പേരറിയാമോ? ആ ഫ്രണ്ടിന്റെ പേരറിയാമോ? ആമി. ആനന്ദിന്റെ മോൾ ആമി. ആമി ജാന്നാണോ പറയണേ ആനന്ദിനെ? ഏതാ സ്കൂൾ തിങ്സ്? ഒന്ന് കാണിച്ചേ നോക്കട്ടെ. മറ്റേ ഇത് ആമിയുടെ ഒക്കെ ആണോ ഇതൊക്കെ? ടോയ്സ് ആണ് മുഴുവനും. ഒന്ന് കണ്ടോട്ടെ. നമ്പേഴ്സ്. ആ അടിപൊളി. വൈപ്പർ അല്ലേ? കലക്കി. ആ അത് കലക്കിട്ടോ. പക്ഷെ നല്ല രസമുണ്ടെന്നേ. ആ നോക്കട്ടെ. ഈ പിങ്ക്. ആ പൊളി. അത് ലുക്ക്. ഈ ഒരു ദൈവഭയം നമുക്ക് എന്തായാലും വേണം. വീണ്ടും എന്നെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. നോക്കട്ടെ. കളിക്കാണോ ചക്കര? ഒറ്റയ്ക്ക് കളിക്കാണോ? അയ്യടച്ചിരിക്കണു. കളിക്കാണോ ചക്കര? എന്താ എന്താ? ചിക്കൻ ബിരിയാണി ഗായ്സ്, ചിക്കൻ ബിരിയാണി. നല്ല ഗംഭീര ചിക്കൻ ഫ്രൈ. ഇത് എന്താണ്? അത് പൊറോട്ട ചന. അത് സലാഡ്. പൊളി. ആഹാ, എനിക്ക് പൊറോട്ട വേണമെന്നില്ല. ഞാൻ ബിരിയാണി ഉള്ളപ്പോൾ പൊറോട്ട രണ്ടുപേരും പകുതി പകുതി മാത്രമേ ഉള്ളൂ. എന്റെ കൈ കൊണ്ട് എടുക്കുവാണ്. നല്ല സൂപ്പർ ടേസ്റ്റ്. ഇത് മേടിച്ചാണോ നമ്മളിവിടെ ഉണ്ടാക്കിയതാണോ? ഇത് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ കഴിക്കാൻ കുഞ്ഞിനെ ഇതൊക്കെ കൈകൊണ്ടെടുത്തോ വെച്ചോ. ക്യാമറമാൻ ഇതൊക്കെ കണ്ട് കൊതിക്കണം. നല്ലൊരു ടേസ്റ്റോടാ. ഇത് അവളുടെ ഒരു പ്രത്യേക പത്തനംതിട്ട സ്റ്റൈലാണ്. സ്പെഷ്യലാണ്. അടിപൊളി. എടാ സ്റ്റെഫിൻ ഒന്ന് കാണിച്ചേ, നമ്മുടെ സ്വന്തം കുക്ക്. മോസ്റ്റ് വെൽക്കം. ഒന്ന് കാണിച്ചടാ കൊച്ചിനെ. അയ്യോടാ ഒരാൾ വിളിക്കണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബുർജ് ഖലീഫ നമുക്ക് കാണണ്ടേ? നമുക്ക് അങ്ങോട്ട് പോവാം. റെഡി അല്ലേ? അപ്പൊ അരവിന്ദ് താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ചേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല,
ഒരു കാര്യം പറഞ്ഞ പോലെ ഒരു 7 വർഷത്തിന് ശേഷമാണ് ദേവേട്ടനെ വീണ്ടും ഇവിടെ വെച്ച് കാണാനാണ് വിധി. ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പറയും. പിന്നെ ആനന്ദേട്ടനോട് പ്രത്യേകിച്ച് ദുബായിൽ നിന്നുള്ള സ്നേഹാന്വേഷണങ്ങൾ, പിന്നെ ദേവേട്ടന്റെ കുടുംബത്തോടും എല്ലാ പ്രേക്ഷകരോടും അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ബുർജ് ഖലീഫ കാണാം. ബൈ ബൈ. ഇനി കഴിക്കട്ടെ. ബൈ ബൈ. ഇതാണ് നമ്മളുടെ ദുബായ് മാൾ അല്ലേ? മെട്രോ കണക്ട് ആവുന്ന ഇതാണ് പാസഞ്ചർ. നമ്മളുടെ ലുലുവിലൊക്കെ ഉള്ള പോലെ നേരെ മെട്രോന്ന് ഇറങ്ങി എടപ്പള്ളി ലുലുവിന്റെ അകത്ത് കയറുന്ന പോലെ നേരെ മെട്രോയിൽ നിന്ന് വന്നിട്ട് നേരെ അങ്ങനെ നമുക്ക് ദുബായ് മോളിൽ കയറാം. അപ്പൊ അതൊരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് മെട്രോയിൽ, നിങ്ങൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെട്രോയിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആക്സസ് ഉണ്ട്, കയറാം ദുബായ് മോളിന്റെ അകത്തേക്ക്. അതിന്റെ തൊട്ടടുത്താണ് ബുർജ് ഖലീഫ, ദുബായ് മോൾ, ദീപക്. ഒരു പുതിയ ഇൻഫർമേഷൻ കൂടി പറയാം. നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് വരുന്നവർ ഈ ഫാഷൻ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിൻ്റെ അകത്ത് വന്നാൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും പറ്റും, വലിയ തിരക്കില്ല അപ്പുറത്തെ പോലെ. ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബുർജ് ഖലീഫയിലേക്ക് പോകാൻ ഈസിയാണ് അല്ലേ ദീപകേട്ടാ? ഓക്കെ. അങ്ങനെ നമ്മൾ ദുബായ് മോളിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബുർജ് ഖലീഫ പോകണമെങ്കിൽ ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ഈ ക്യൂവിൽ കയറിയാലേ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ദീപക്കേട്ടൻ ചോദിക്കാൻ പോയിട്ടുണ്ട്, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. Prohibited items, lighters, electronic cigarettes, sharp objects, laptops, food. ഇത്ര സാധനങ്ങൾ ഒരിക്കലും ബുർജ് ഖലീഫയിൽ വരുമ്പോൾ നിങ്ങൾ എടുക്കരുത് കയ്യിൽ. ദീപകേട്ടാ, നമുക്കിപ്പോൾ ടിക്കറ്റ് കിട്ടിയോ? ആ ടിക്കറ്റ് ഒന്ന് കാണിക്കോ? യെസ്, അറ്റ് ദി ടോപ്പ്. ഇതിന് എത്ര രൂപ തന്നേക്കുക ഒരാൾക്ക്? ഇത് നമ്മൾ ഓൺലൈൻ ഓഫറായിട്ടാണ് മേടിച്ചത്. ഓൺലൈൻ ഓഫർ. യെസ്. ഏകദേശം എത്ര രൂപ വന്നിട്ടുണ്ട് ഒരാൾക്ക്? 200 dirhams. ഒരാൾക്ക് 200 dirhams എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളുടെ അവിടുത്തെ 2000 അല്ല 4000. യെസ്, കറക്റ്റ് അല്ലേ? 4000 രൂപ അല്ലേ? ഗ്രേറ്റ്. From the earth to the sky. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ എത്തി എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെന്തായാലും ഏകദേശം അടുത്തെത്തി. ഫ്രം വിഷൻ ടു റിയാലിറ്റി. (2004) excavation begins. 2005 superstructure started. 2006 level 50. 2008 level 160, world's tallest man-made structure. 2009 completion of spire. 2009 cladding completed. 2004 start ചെയ്തു. 2006 2007 2008 2009 2010 കംപ്ലീറ്റ് ചെയ്തു. യെസ്, അറ്റ് ദി ടോപ്പ് ബുർജ് ഖലീഫ സ്കൈ. നമ്മൾ ലിഫ്റ്റിന്റെ മുമ്പിലെത്തി. ആ ലിഫ്റ്റ് വരുന്ന സ്പീഡ് കണ്ടോ?
Oh my God! 84, 83. Oh my. നമ്മൾ 125 ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞു. 125 ഫ്ലോറിലെത്തി. ബുർജ് ഖലീഫയിൽ എക്സൈറ്റഡ്. നമ്മളങ്ങനെ ബുർജ് ഖലീഫയുടെ 125 ഫ്ലോറിൽ നിന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു ലൈവ് ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം അല്ലേ? ഓ Oh! It will tell you where all places. ആണോ? Cruise terminal. ഹോഴ്സ് മ്യൂസിയം, ഗോൾഡ് സൂക്ക്. ഓ അങ്ങനെ. ദീപക്, താങ്ക് യു ഏട്ടാ. ഗംഭീരം. ബുർജ് ഖലീഫയുടെ ഏറ്റവും 125 നിലയിലാണ് നമ്മൾ. ഓക്കെ, ഗംഭീര വ്യൂ. താഴെ കാണുന്നതാണ് ഫൗണ്ടൻ. അത് ഞാൻ കാണിച്ചു. താഴെ കാണുന്ന അടിപൊളി. ഇതിപ്പോ ഓപ്പൺ ആവോ? ഇപ്പം വരും. കറക്റ്റ് സമയമാണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ സ്ഥലം പിടിച്ച് നിൽക്കണം. ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഫൗണ്ടൻ നല്ല ഷോട്ട് കിട്ടും. എന്താ ലൈറ്റ്സ് ഒക്കെ അല്ലേ? ശരിക്കും സിറ്റി ഓഫ് ലൈറ്റ്സ്. ദുബായ് സിറ്റി ഓഫ് ലൈറ്റ്സ്. സിറ്റി ഓഫ് ലൈറ്റ്സ്. ഇതൊക്കെ സ്വന്തം വാക്കുകൾ. അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ലേ? ടോം ക്രൂസിന്റെ ഒരു സിനിമ ഉണ്ടല്ലേ? ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിൾ. അതില് ഒരു സീനുണ്ട്. ഈ പുറത്തിറങ്ങിയിട്ടാണ് ആള് ഈ ബിൽഡിങ്ങിന് മുകളിൽ കയറി പോണത്. ഇതിവിടെ തന്നെ പക്കയായിട്ട് ഷൂട്ട് ചെയ്തല്ലേ? 100%. ഒരു ഗ്ലാസ് എടുത്തല്ലേ? ഒരു ഗ്ലാസ് എടുത്തിട്ട് കേറി. സൂപ്പറായിട്ടുണ്ടായിരുന്ന ഷോട്ട്. പറഞ്ഞിട്ട് ഞാൻ ഷൂട്ടിംഗ് കണ്ട പോലെയാണല്ലോ. ഞാനല്ലേ എടുത്തത്. ഓ, ഷൂട്ട് ചെയ്തത് നിങ്ങളാണല്ലേ? എന്റെ അമ്മേ, എന്തോ കുറച്ചുകൂടി ലൈറ്റ്സ്. ഇവിടെ ലൈറ്റ്സ് അധികം ഉണ്ട്. ഇവിടെ കുറെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണമെങ്കിൽ അല്ലേ? സെയിം നമ്മൾ ആ ഫ്രെയിംസിൽ കണ്ട സെയിം പരിപാടി. അതല്ല, ഫ്രെയിംസിൽ കണ്ട സെയിം പരിപാടി. സോവനിയർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് 10 ദർഹമേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മുടെ സോവനിയർ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ? ഇത് നമ്മുടെ ഫ്രെയിംസിലും ഉണ്ടായിരുന്നു. നമ്മൾ 125 നിലയിൽ നിന്ന് 124 നിലയിലേക്ക് ഇറങ്ങിപ്പോവാം സ്റ്റെപ്പ് വഴി.
124ാമത്തെ നിലയിൽ നമുക്ക് ഔട്ട്ഡോർ പോവാം. എങ്ങനെയുണ്ട് നോക്കട്ടെ. എൻ്റെ അമ്മ, നല്ലൊരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ തിരിച്ച് ലിഫ്റ്റിലേക്ക് തന്നെ കയറി. ഇതായിരുന്നു വേണ്ട അല്ലേ? ബുർജ് ഖലീഫയുടെ എല്ലാം ഇവരാണ് ഇതിൻ്റെ പിന്നിൽ. ഇവരും ബുർജ് ഖലീഫയുടെ പുറകിലുള്ളവരാണ്. രാജം കൃഷ്ണമൂർത്തി, അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം. എല്ലാ ഫോട്ടോയിലും ഒരു ഇന്ത്യൻ ഉറപ്പാണ്, അഭിമാനമാണ്. Burj Khalifa has an elaborate structural health monitoring. Burj Khalifa has an elaborate structural health monitoring. When the architecture SOM set about... ഇതൊക്കെ എന്ത് ടെക്നോളജി കേട്ടോ അല്ലേ? യെസ്, അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫ ഗംഭീരമായിട്ട് കണ്ടു. സൂപ്പറായിരുന്നു അല്ലേ? ഇനി നമ്മൾ ദുബായ് മോളിൽ പോയിട്ട് നമ്മൾ ഫൗണ്ടൻ കാണണം, അക്വേറിയം കാണണം. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. സൂപ്പർ, ഭയങ്കര അനുഭവമാണ് ഇത്. എനിക്കെല്ലാം നിങ്ങളെ കാണിക്കാൻ സാധിച്ചിട്ടില്ല, ഉറപ്പായിട്ടും ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ നേരിട്ട് വന്ന് കാണേണ്ട ഒരു അത്ഭുതമാണ്, ഒരു വിസ്മയമാണ്, ഒരു സംശയമില്ല. യെസ്. ദുബായ് ഫൗണ്ടൻ, നമ്മളുടെ വേൾഡ് ഓപ്പൺ ആവുകയാണ്. ഓമ്പാ, സെറ്റ് ഇട്ടാക്കണ പോലെ. ഇതിന്റെ മുകളിലാണ് നമ്മൾ പോയത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദുബായ് മോളിൻ്റെ ഫൗണ്ടൻ ഏരിയയിലാണ്. ദൈവകേട്ടാ, യെസ്, എങ്ങനെയുണ്ട്? അടിപൊളി, എപ്പോഴും അടിപൊളിയാണ്. ഇത് ലൈറ്റ്സിൻ്റെ ലോകമാണ്. ലൈറ്റ്സിൻ്റെ ലോകമായ ദുബായ്, സിറ്റി ഓഫ് ലൈറ്റ്സ്. സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. വാവ്,
So how was the fountain? ഫൗണ്ടൻ സൂപ്പറായിരുന്നു. ബാക്കി നമ്മളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യും സൂപ്പറായിരുന്നോ അല്ലയോ എന്നുള്ളതൊക്കെ. രസമായിരുന്നു. നമുക്ക് കാണുമ്പോൾ അത്രയൊന്നും നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കില്ല, പക്ഷെ സൂപ്പറായിരുന്നു. നിങ്ങൾ നേരിട്ട് വന്ന് പറ്റിയാൽ വരണം, കാണണം. ഇനി നമുക്ക് അക്വേറിയം അല്ലേ? Share and subscribe. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് ഓക്കെ. അല്ല, നമ്മൾ ഇനി പോണത് അക്വേറിയം. അങ്ങനെ നമ്മൾ ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂവിലേക്ക് കിടക്കുകയാണ്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളുടെ വ്യൂവേഴ്സിനും ഇതൊരു അനുഭവമായിരിക്കും. ഇവിടെ മുഴുവനും തിമിംഗലവും സ്രാവും അതും ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. കാണാൻ പറ്റുന്നേ ഉള്ളൂ. ഇതൊരു ഭയങ്കര അനുഭവമാണ്. വാവ്. ഡേവിഡി ടെയിൽ ടോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു അനുഭവമായിരിക്കും ഈ അണ്ടർ വാട്ടർ അക്വേറിയം. ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ തന്നെ വന്ന് കാണണം. എൻ്റെ ബാക്കിൽ എന്ത് രസമാണെന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാം. ഗംഭീരമാണ്. ഒന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര സൂപ്പറാണ്. കണ്ടോ, ഹെവി അല്ലേ, ഹെവി. പ്ലീസ് ഇതെല്ലാവരും ഇവിടെ ഒന്ന് കാണാൻ ശ്രമിക്കണം. എനിക്കറിയാം എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേ മാക്സിമം ആൾക്കാരും വരാൻ ശ്രമിച്ചാൽ അടിപൊളിയാണ്. ഇത് കണ്ടോ, എൻ്റെ ബാക്കിലൊക്കെ പോണുണ്ടോ. ഇതൊരു അനുഭവമാണ്. എപ്പോഴെങ്കിലും എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പറ്റും. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് മുഴുവനും ഇവിടെ വരും. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തന്നെ ഒരു ഗിവ് അവേ ഒക്കെ തരാൻ പറ്റുന്ന ഒരു അവസ്ഥയാകുമ്പോൾ ഞാൻ തരും, ഉറപ്പാണ്. ഇനി അണ്ടർ വാട്ടർ നമ്മളുടെ അക്വേറിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത അണ്ടർ വാട്ടർ സൂ ആണ്. അത് കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 2nd ഫ്ലോറാണ്. താങ്ക് യു ബ്രോ. നമ്മൾ അണ്ടർ വാട്ടർ സൂവിൻ്റെ അകത്തേക്ക് കയറി. ഷാർക്ക്.
ഇനി ഒരു തൂക്കുപാലത്തിലൂടെ നമ്മൾ വെറുതെ കറങ്ങി. എൻ്റെ അമ്മേ ഈശ്വര, പൊട്ടിങ്ങാനും പോവോ? അമ്പോ, ഇത് ഇത്തിരി ഭയാനകം തന്നെ കേട്ടോ. തൂക്കുപാലം ഗംഭീരം. പക്ഷെ രസകരമായിട്ടുള്ളൊരു ട്രാവലാണ്. Please, sir, have you been the aquarium tunnel? Night creature upstairs? Yeah, Thank done. you, sir. Thank you so Have a much. good evening. താങ്ക് യു. ഇവിടെയുണ്ട് കുറേ സവനിയേഴ്സ്. അതുമായി ബന്ധപ്പെട്ട ആനിമൽസിൻ്റെയും ഫിഷിൻ്റെയും ഷാർക്കിൻ്റെയും എല്ലാം. ഇത് വാച്ച് കാർട്ടിയറ. ഇതിവിടെ ഇരിക്കട്ടെ, നമ്മുടെ ലാലേട്ടൻ്റെ ഡയലോഗ്. ഭയങ്കര എക്സ്പെൻസീവ് വാച്ചായ റിച്ചാർഡ് മില്ലിൻ്റെ ഷോറൂമാണ്. ഗംഭീരം. എടാ ചേട്ടാ, ഷോറൂം നോക്കേട്ടാ, സാറയുടെ ഷോറൂം. യെസ്, അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? 100%. ചേട്ടൻ്റെ സെലക്ഷനൊക്കെ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. കാരണം നമ്മൾ ആദ്യത്തെ നമ്മളുടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഷാർജയിൽ പോയി, അരവിന്ദിൻ്റെ വീട്ടിൽ പോയി, അതിനുശേഷം നമ്മൾ നേരെ കറങ്ങി അടിച്ച് ബുർജ് ഖലീഫ കണ്ടു, അതിൻ്റെ മുകളിൽ കയറി, അതിനുശേഷം നമ്മൾ അക്വേറിയം കണ്ടു, അണ്ടർ വാട്ടർ സൂ കണ്ടു, എല്ലാം അടിപൊളി. അക്വേറിയം കണ്ടു, എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണം. നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്നും നിങ്ങളെ കാണിക്കാൻ സാധിക്കില്ല. ഇത് നിങ്ങൾ തന്നെ വന്ന് അത് ഫീൽ ചെയ്യണം. ശരിയല്ല? യു ഷുഡ് ഫീൽ കറക്റ്റ്. എന്നാൽ മാത്രമേ ഇതിൻ്റെ 100% നിങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടുള്ളൂ. നിങ്ങൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ചേട്ടൻ പറ. Share it and subscribe it. അപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയ നന്ദി. ഇത് മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദുബായ് എപ്പിസോഡുകളാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, എന്നോടൊപ്പം Deepak. യെസ്. അപ്പോൾ സൈനിങ് ഓഫ്.